കീം 2025 സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് 2025 കീമിൻ്റെ അഡ്മിഷൻസൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ റാങ്കൊക്കെ വന്നിട്ട് നിങ്ങളുടെ കണക്കുകൂട്ടലുകളൊക്കെ നോക്കിയിട്ട് ഇന്ന കോളേജിൽ നിന്ന് ബ്രാഞ്ച് കിട്ടുമോ എന്ന് ആലോചിച്ചിരിക്കുന്ന ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒരു പക്ഷേ ഓക്കെ ഇന്ന റാങ്കിൽ ഇന്നതെനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാൻസ് എന്തൊക്കെയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് ഇത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് 2024 ലാസ്റ്റ് റാങ്ക് വെച്ചിട്ടാണ്. ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് നീട്ടിപ്പരത്തി വലിയ ഡോക്യുമെൻറ്റുകളൊന്നുമല്ല, ക്രിസ്പായിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലെ ഓരോ ടേബിളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണ്ട, പറയാനായിട്ട് ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2023, 2024, 2025 ആളുകളുടെ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടി വരുന്നു. റാങ്ക് ലിസ്റ്റിൽ അപ്പിയർ ആകുന്നവരുടെ എണ്ണം കൂടി വരുന്നു. എസ്പെഷ്യലി 2025 86,000 കുട്ടികളാണ് എഴുതിയത്. അത് കഴിഞ്ഞ വർഷം 80,000 കുട്ടികൾ എഴുതിയിട്ടുണ്ടായുള്ളൂ. ഇത്തവണ കഴിഞ്ഞ വർഷത്തെ കൂടുതലായിട്ട് റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ കുട്ടികൾ അപ്പിയർ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു ഡാറ്റ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് 2023 20,000, 19,000 ലാസ്റ്റ് ഫേസിലൊക്കെ ആയപ്പോൾ 17,000 കുട്ടികളാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, 2024 വന്നപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ ഓരോ ഫേസിലും വർദ്ധിച്ചു വരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദർ ഈസ് ഡിമാൻഡ് ദാറ്റ് ഈസ് ഇൻക്രീസിങ്. ഈ വർഷം 2025 വരുമ്പോൾ കൂടുതൽ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കാണാനും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടുവാനും ഒരു ചെറിയ സാധ്യത ഉണ്ടെന്ന് മാത്രം ആണ് ഈ ഒരു സ്ലൈഡിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയുടെ മൈന്യൂട്ട് ആസ്പെക്ട്സ് ആണ്. നിങ്ങൾ ഓരോ സെക്ഷനും നോക്കി ബുദ്ധിമുട്ടണ്ട. അറ്റ്ലീസ്റ്റ് ഇതാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. ഇനി പല കുട്ടികളും ചോദിക്കുന്നു, ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ കിട്ടാൻ SM കാറ്റഗറിയിൽ എത്രയാണ് എനിക്ക് വേണ്ടത്? അതിൻ്റെ ഉത്തരം ഇതാണ്. കഴിഞ്ഞ വർഷം എല്ലാ ഗവൺമെൻറ്റും ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഓരോ ബ്രാഞ്ചിനും പോയ ലാസ്റ്റ് റാങ്ക്. മനസ്സിലായോ? അതായത് ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് CT എന്ന് പറഞ്ഞൊരു കോഴ്സ്, ചിലപ്പോൾ നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഈ കോഴ്സ് 3870 ക്ലോസ് ആയത്. വളരെ 1-2 കോളേജുകളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ റാങ്ക് വന്നിരിക്കുന്നത്. അതേസമയം CS ഒരുപാട് കോളേജുകളിൽ ഉണ്ട്, ഗവൺമെൻറ് കോളേജ്. അതുകൊണ്ടാണ് റാങ്ക് 12,000 വരെ. ഇപ്പം നിങ്ങളുടെ റാങ്ക് ഒരു 10,000 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചുകളും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. കാരണം ഞാൻ ഓരോ ലൈനും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതിൽ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾ നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ phase 3 ലാസ്റ്റ് റൗണ്ട് ലാസ്റ്റ് റാങ്കാണ്. സ്പോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സ്പോട്ടിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെ ബാധിക്കും. ലക്ക് ഫാക്ടർ ഒരുപാടുണ്ട്. അതുകൊണ്ട് സ്പോട്ട് നമ്മൾ നോക്കുന്നതിൽ വലിയ കഥയില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ക്വിക്കായിട്ടുള്ള റീഡിന് വേണ്ടിയിട്ടാണ്. മോസ്റ്റ് ഡിമാൻഡിങ് കോളേജസ് കോഴ്സസ് ഇൻ 2024. അതായത് ഏറ്റവും ടോപ്പിൽ വന്ന കുട്ടികൾ ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ ബ്രാഞ്ചുകളാണ് 2024 പ്രിഫർ ചെയ്ത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഉദാഹരണത്തിന് ഇങ്ങനെയാണ് നിങ്ങളിത് വായിക്കേണ്ടത്. റാങ്ക് ഞാൻ അസെൻഡിങ് ഓർഡറിലാണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വന്ന റാങ്ക് ഏറ്റവും മുകളിൽ, പിന്നെ ഇങ്ങനെ പോയി പിന്നെ വീണ്ടും നിങ്ങൾ മുകളിലേക്ക് പോകുന്നു, പിന്നെ താഴത്തേക്ക് വരുന്നു, പിന്നെ മുകളിൽ. ഈ ഓർഡറിലാണ് നിങ്ങൾ പോകേണ്ടത് നോക്കാനായിട്ട്. 552 റാങ്കാണ് ഏറ്റവും മിനിമം ആയിട്ടുള്ള ക്ലോസിംഗ് റാങ്ക്. അത് എവിടെയാണ്? കമ്പ്യൂട്ടർ സയൻസ് TVE. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോളേജിൻ്റെ കോഡാണ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് കോഴ്സിൻ്റെ കോഡാണ്. ഇത് കോളേജ്, ഇത് കോഴ്സ്, അങ്ങനെയാണ്. ഇതിൻ്റെ കോളേജിൻ്റെ എക്സ്പാൻഷൻ, ഈ കോഴ്സിൻ്റെ എക്സ്പാൻഷൻ എല്ലാം അവസാനം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. TVE എന്ന് പറയുന്നത് നമ്മുടെ CET ട്രിവാൻഡ്രമാണ്, CS കമ്പ്യൂട്ടർ സയൻസ് ആണ്. TCR എന്ന് പറയുന്നത് GC തൃശ്ശൂരാണ്, CS കമ്പ്യൂട്ടർ. ഇത് നമ്മൾ നോക്കാം. മോഡൽ എഞ്ചിനീയർ തൃക്കാക്കര, അങ്ങനെ പോകുന്നു. TKM കൊല്ലം, മാറത്തനേഷ്യസ് കോതമംഗലം, അങ്ങനെ പോകുന്നു. ഇതെല്ലാം നമുക്കറിയാം ഏറ്റവും ടോപ്പിൽ വരുന്ന കോളേജുകൾ തന്നെയാണ്. പിന്നെ നമ്മുടെ KT എന്ന് പറഞ്ഞ RIT കോട്ടയമാണ്, NSS പാലക്കാട്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ. ഇതിൽ എല്ലാ കോളേജും ഉണ്ട് കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞ ഗവൺമെൻറ്, ഇത് റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇതിൽ ഗവൺമെൻറ്റോ എയ്ഡഡോ സെൽഫ് ഫിനാൻസിങ്ങോ ഒന്നും നല്ല. നിങ്ങൾക്ക് കാണാം ചില സെൽഫ് ഫിനാൻസിങ്. ഫോർ എക്സാമ്പിൾ രാജഗിരി, RET എന്ന് പറഞ്ഞ രാജഗിരിയിൽ CS. ഇതാണ് മോസ്റ്റ് ലൈക്ലി ദ ഫസ്റ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഏറ്റവും ടോപ്പ് റാങ്കിൽ വന്നിരിക്കുന്നത്.
മനസ്സിലായോ? പിന്നെ ശ്രീകൃഷ്ണപുരം, പാലക്കാട് ഒക്കെ നമുക്ക് കാണാം. ഞാനിത് ഈ റെഡ് റെക്റ്റാങ്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന ഒരുപാട് കുട്ടികൾക്ക് അറിയാത്തതും അറ്റ്ലീസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ IT അല്ലെങ്കിൽ IT റിലേറ്റഡ് കോഴ്സുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു, കാരണം പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, CET-യിൽ കഴിഞ്ഞ വർഷം ഒരു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ബ്രാഞ്ച് EL എന്ന് പറഞ്ഞ കോഡായിട്ട് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം 2158 വരെ പോയി. ഈ വർഷം ഉറപ്പായിട്ടും അതിൻ്റെ ഡിമാൻഡ് കൂടുമെന്ന് കോളേജ് ഏറ്റവും ബെസ്റ്റാണ്. ഈ കോഴ്സ് ഒരു ട്രെൻഡിങ് കോഴ്സാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡിമാൻഡ് കൂടാൻ ഇത്രയും കട്ട് ഓഫിലേക്ക് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മോഡലിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ്, ഇത് 2-3 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. ഇത് ഓരോ വർഷവും ഇതിൻ്റെ റാങ്കിൻ്റെ കട്ട് ഓഫ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് TKM-ൽ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ ബ്രാഞ്ചുകൾ ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആ ബ്രാഞ്ചുകൾ നല്ല കോളേജുകളിൽ വരുമ്പോഴാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതും. നിങ്ങൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ മിസ്സാവാതെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, അതിൻ്റെ അർത്ഥം എല്ലാവരും എടുക്കണമെന്നല്ല. പക്ഷേ പല കുട്ടികളും ഓപ്ഷൻസൊക്കെ എൻ്റർ ചെയ്തിട്ടാണ് അയ്യോ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ, കേട്ടില്ലല്ലോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടേബിൾ നിങ്ങളുടെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിലും ഞാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് വീണ്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ റെഫർ ചെയ്യാം. ഇതിലെന്ത് സംശയം ഉണ്ടെങ്കിലും വീഡിയോൻ്റെ അവസാനം ഈ കോളേജിൻ്റെ എക്സ്പാൻഷനും ഈ കോഴ്സ് എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് അതിൽ എഴുതിരും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, GC തൃശ്ശൂർ സൈബർ ഫിസിക്കൽ സിസ്റ്റം CB കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത ഒരു കോഴ്സാണ്. പലർക്കും അറിയില്ല. ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ അൽഗോരിതത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആസ് കമ്പയർഡ് ടു ഫിസിക്കൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, അത് രണ്ടും ഇൻട്രാക്ട് ചെയ്യുന്ന മേഖലകളിൽ കൊണ്ടുവരുന്നൊരു ടെക്നോളജി ആണ് ഈ പർട്ടിക്കുലർ കോഴ്സ്. നിങ്ങൾക്കത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇൻ്റർനെറ്റിൽ നോക്കി സെർച്ച് ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ ഈ വർഷം എന്തായാലും ഇത്ര റാങ്ക് വരെ താഴ്ന്നു പോവില്ല. ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. വീണ്ടും കട്ട് ഓഫ് മുകളിലേക്ക് തന്നെയാണ് പോകാനായിട്ട് സാധ്യത. ഓക്കെ, നമുക്ക് വീണ്ടും നെക്സ്റ്റിലേക്ക് കടക്കാം. ഇതാണ് നിങ്ങൾക്ക് മറ്റൊരു വ്യൂ. വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഇത് ക്രിസ്പ് ആൻഡ് ക്ലിയർ വ്യൂ ആണ്. അത് കാരണം കൊണ്ട് ഞാൻ കോഡുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതായത് ലാസ്റ്റ് റാങ്കിൽ ഓരോ ബ്രാഞ്ചും, അതായത് നമ്മൾ കോർ ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താ പറയുക, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, അടുത്ത സ്ലൈഡിലെ മെക്കാനിക്കൽ, സിവിൽ, ഈ 5 ബ്രാഞ്ചാണ് പൊതുവേ എല്ലാ കോളേജുകളിലും നമുക്ക് ലഭിക്കാറ്. അതുപോലെ തന്നെ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ 5 ബ്രാഞ്ചാണ് മിക്കവാറും എല്ലാ ഗവൺമെൻറ് കോളേജിലും നിർബന്ധമായിട്ടും നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ചുകളിൽ ലാസ്റ്റ് റാങ്ക് SM കാറ്റഗറിയിൽ പോയിരിക്കുന്നത് വീണ്ടും എല്ലാ കോളേജുകളും ഉൾപ്പെടുത്തുന്ന, ഗവൺമെൻറ്റോ സെൽഫ് ഫിനാൻസിംഗ് ഒന്നോ നിങ്ങൾ കോളേജിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല കുട്ടികളും ചോദിക്കും കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് 25,000 റാങ്കാണ്, എവിടെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡറിൽ കൂടെ നോക്കിയാൽ മതി. ഇത് കമ്പ്യൂട്ടർ സയൻസ് മാത്രമാണ് കേട്ടോ. ഇത് കോളേജിൻ്റെ കോഡ് നിങ്ങൾക്ക് കാണാം, CET GC തൃശ്ശൂർ, പിന്നെ മോഡൽ TKM, MAC, RIT, NSS കണ്ണൂർ, SCT പാപ്പനംകോട്, KSRTCയുടെ രാജഗിരി, പാലക്കാട്, മുത്തൂറ്റ്, ഫിസാറ്റ്, വയനാട് ഗവൺമെൻറ് കോളേജ്, അങ്ങനെ ചെങ്ങന്നൂർ, അങ്ങനെ പോവും. ഓക്കെ, LBT പൂജപ്പുര ആ ഒരു കോളേജ്, അങ്ങനെ അങ്ങോട്ട് ഇത് പോവും. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കയറി വരുന്നത് കാണാം. പക്ഷേ ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുട്ടികൾ ഏറ്റവും ടോപ്പിൽ പ്രിഫർ ചെയ്യുന്ന കോളേജുകൾ ഈ ഓർഡറിലാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു സൂചിക മാത്രമാണ്. നിങ്ങൾ ഈ കോളേജുകളിൽ ചേരണമെന്നോ അല്ലെങ്കിൽ ഇതിൽ ചേർന്നില്ലെങ്കിൽ ഭാവി പോകുമെന്നോ ഒന്നും അല്ല അർത്ഥം. ഇത് കഴിഞ്ഞ വർഷം കുട്ടികൾ എടുത്തിരിക്കുന്ന ഓർഡർ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വീണ്ടും ഏറ്റവും ടോപ്പ് കോളേജുകളിൽ പഠിക്കുന്നതാണ് കുട്ടികളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ CET തൃശ്ശൂർ ഇതൊക്കെ TKM മോഡൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായി? മോഡലിൽ CS-നാണ് കൂടുതൽ ഡിമാൻഡ്. ഇലക്ട്രോണിക്സ് വന്ന മോഡൽ TKM കഴിഞ്ഞിട്ടാണ് ഫില്ലായിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ചില കോളേജുകൾ ചില കോഴ്സിന് ഒരു പക്ഷേ പ്ലേസ്മെൻറ്റ് കാരണം കൊണ്ടോ ആ പ്രത്യേകതകൾ കൊണ്ട് കൂടുതൽ കുട്ടികൾ ഈ ഓർഡറിലാണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് 2 ഇത് കമ്പ്യൂട്ടർ സയൻസ്, ഇത് ഇലക്ട്രോണിക്സ്, ഇത് ഒന്നുകൂടെ ഞാൻ പറയുന്നത് ലാസ്റ്റ് റാങ്ക് ഈ പറഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മാത്രമാണ്. ഇതിൻ്റെ താഴെ 32,000 വരെ കമ്പ്യൂട്ടർ സയൻസൊക്കെ ചിലപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോയിട്ടുണ്ടോ. ഞാൻ ഈ ടേബിളിൽ ഇത്രയാണ് കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏകദേശം ഈ റേഞ്ച് കണ്ടോ, ഈ റേഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 28,000 കിട്ടിയ കുട്ടിക്ക് ഒരിക്കലും കമ്പ്യൂട്ടർ സയൻസ് കിട്ടില്ല എന്നല്ല. അത് ഇതിനുള്ള നമ്മൾ ഇത്രയും എല്ലാ ലിസ്റ്റും കാണിക്കാനുള്ള സ്പേസ് ഇല്ല. ഒരുപാട് ലിസ്റ്റ് കൊണ്ടുവരൽ അർത്ഥമില്ല. ഒരു ട്രെൻഡ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ സിമ്പിളായിട്ട് 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മൾ പോവുക. ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാതും കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ക്രിസ്പായിട്ട് കൊണ്ടുവരുന്നു മാത്രം. ഓക്കെ, നെക്സ്റ്റ് വൺ വീണ്ടും മെക്കാനിക്കൽ ആൻഡ് സിവിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം കണ്ടിന്യൂ ചെയ്യുകയാണ്. മെക്കാനിക്കൽ 2024 കുറച്ചും കൂടെ ഡിമാൻഡ് ഞാൻ കാണുന്നു കമ്പയർ ടു 2023 വെച്ചിട്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ 2025 ആ ട്രെൻഡിലേക്ക് പോകാം. മെക്കാനിക്കലിന് പയ്യെ ഡിമാൻഡ് കൂടി വരുന്ന പോലെയാണ് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ കാണിച്ചത്.
ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ ആൻഡ് സിവിൽ. നെക്സ്റ്റ് വൺ ഈസ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ പല ആൾക്കാർക്കും മിസ് ചെയ്യുന്നൊരു പോയിന്റ് പെട്ടെന്ന് ഞാൻ പറയാം. പല ആൾക്കാരും SM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയ്യോ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടില്ല, അങ്ങനെയല്ല. SM തന്നെ ശരിക്കും 2 കാറ്റഗറിയാണുള്ളത്. ഒന്ന് മെറിറ്റ് ലോ ഫീസ് 45,000 രൂപ പെർ ഇയർ, പിന്നെ മെറിറ്റ് ഫുൾ ഫീസ് 75,000 രൂപ പെർ ഇയർ. ഇത് പ്യുവർലി നമ്മുടെ എൻട്രൻസ് റാങ്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഫുൾ ഫീസ് പല ആൾക്കാർക്കും മിസ്സാവുന്നുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളൊരു കുട്ടിക്ക് 2200 റാങ്കാണ്. അവിടെ മോഡലിൽ ഉറപ്പായിട്ട് ആ കുട്ടിക്ക് കിട്ടും അണ്ടർ ഫുൾ ഫീസ് കാറ്റഗറി. മറ്റേ സ്റ്റേറ്റ് മെറിറ്റ് നേരത്തെ കാണിച്ചു തന്നത് 45,000 രൂപയുടെ സ്ലാബാണ്. അവിടെ 1000 സംതിങ് ആണ് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ എസ്പെഷ്യലി മോഡൽ ചെങ്ങന്നൂർ പോലെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഫുൾ ഫീ കാറ്റഗറി ഒരിക്കലും മിസ്സാകരുത്. പല ആൾക്കാർക്ക് വരുന്ന മറ്റൊരു അബദ്ധമാണ്. അവിടെ ആഗ്രഹമുണ്ട്, പക്ഷേ SM ലിസ്റ്റ് നോക്കിയപ്പോൾ ഈ റാങ്കല്ലേ വന്നുള്ളൂ, എനിക്ക് അവിടെ കിട്ടില്ല എന്ന് ആലോചിച്ചു. പക്ഷേ ഫുൾ ഫീയുടെ കാര്യം അവർ പൊതുവേ അതിനും MGMT മാനേജ്മെൻറ്റ് കാറ്റഗറിയിലാണ്. പക്ഷേ ഈ മാനേജ്മെൻറ്റ് കാറ്റഗറിയും സെൽഫ് ഫിനാൻസിങ് മാനേജ്മെൻറ്റ് കാറ്റഗറിയും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇത് പ്യുവർലി ബേസ്ഡ് ഓൺ യുവർ എൻട്രൻസ് റാങ്ക്. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം നോട്ടീസ് ചെയ്യുക. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഓരോ കോളേജിൻ്റെ കോഡും ആ കോളേജിൻ്റെ പേരും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ കോളേജും നമ്മളിതിൽ പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ഇതാണ് ബാക്കിയുള്ള ആ കോളേജിൻ്റെ റെഫറൻസ്, കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം. ഇനി വീണ്ടും കോഴ്സിൻ്റെ റെഫറൻസ്, കോഴ്സിൻ്റെ കോഡ് ഇവിടെ, കോഴ്സിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ. നേരത്തെ പറഞ്ഞില്ലേ EL എന്ന് പറഞ്ഞ പുതിയ കോഴ്സ് സീറ്റിൽ, അതാണ് ഇവിടെ EL എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ചില പുതിയ കോഴ്സുകളൊക്കെ ഒരു പക്ഷേ ഈ വർഷം ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ബ്രോഷറിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അനാലിസിസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ റാങ്കൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റേറ്റിൻ്റെ വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന അധികം താമസമില്ലാതെ റാങ്ക് കിട്ടും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങളുടെ സാധ്യതകളൊക്കെ പരിശോധിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.